പേര് മഹേഷ് കുമാർ എന്നാണ്. ഞാൻ കവടിയാർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. സ്വതന്ത്ര ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. ഓട്ടോറിക്ഷകൾക്ക് ദീർഘദൂര പെർമിറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനുകൊണ്ട് യാതൊരു കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം. അത് കുറെ നാളുകളായിട്ട് ഓട്ടോക്കാരുടെ ആവശ്യമാണ്. അതായത് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു കൊല്ലം ജില്ലയിൽ ഇപ്പോൾ 30, തിരുവനന്തപുരം ജില്ല വിട്ട് 20 കിലോമീറ്റർ സഞ്ചരിക്കാനേ ഇപ്പൊ നിലവിലുള്ള പെർമിറ്റിന് അനുവാദമുള്ളൂ. ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് പുറത്തു പോകാനായാലും എന്തിനായാലും ഞങ്ങൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓട്ടോറിക്ഷയാണ്. ഞങ്ങൾക്ക് ടൂറിസ്റ്റ് ടാക്സിയും കാറും വലിയ പണക്കാരെ പോലെ ലക്ഷറി വണ്ടികളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഞങ്ങൾക്ക് അപ്പുറത്തുള്ള അടുത്ത ജില്ലകളിലുള്ള ബന്ധുക്കളെ കാണാനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിൽ ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കോട്ടയം പോകണം. ഇത് ഞങ്ങൾ അഥവാ പോകണമെങ്കിൽ തന്നെ പേടിച്ച് മേടിച്ചാണ് പോണത്. ഇത് കേരള പെർമിറ്റ് ഞങ്ങൾക്ക് കിട്ടുമ്പം എല്ലാ ജില്ലകളിലും സഞ്ചരിക്കാനുള്ള കിട്ടുമ്പം ഞങ്ങൾക്ക് യാതൊരു പേടിയും കൂടാതെ പോകും. പിന്നെ അപകടം നടക്കും. ഇതിനൊക്കെ കുറെ വിമർശനങ്ങളുണ്ട്. അപകടം നടക്കുമെന്നും ഇതില് മറ്റേ കാറിനെ പോലെയുള്ള സൗകര്യങ്ങളില്ലെന്നും. ഈ സിറ്റിക്കകത്ത് ഞങ്ങൾ ഡെയിലി 150-250 കിലോമീറ്റർ ഡെയിലി ഓടുന്നവരാണ് ഈ വണ്ടി കൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഞാൻ 31 വർഷമായിട്ട് ഓട്ടോ ഓടുന്ന ആളാണ്. എത്രായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് അപകടം സംഭവിക്കണ ഇപ്പൊ കാറിനായാലും ഓട്ടോയ്ക്കായാലും എല്ലാ വണ്ടിക്കും ഒരുപോലെ തന്നെ അപകടം നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, അത് വന്നു ചേരുന്നതാണ്. അത് കഴിവതും ഒഴിവാക്കിയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ സർക്കാർ ചെയ്തു തന്ന ഒരു നല്ലൊരു സഹായമാണെന്ന് എനിക്ക് എന്റെ അഭിപ്രായം. സർക്കാർ ലോങ് റൂട്ട് പോകാൻ പെർമിറ്റ് അനുവദിച്ചതൊക്കെ നല്ല കാര്യമല്ല. പക്ഷെ അതുകൊണ്ട് ദോഷങ്ങളുണ്ട്. കൊല്ലത്തുള്ള ഒരു ഡ്രൈവർ രാവിലെ ഇവിടെ ഒരു വണ്ടി കൊണ്ട് ഇവിടെ പോകാൻ വരും. ഇവിടെ നമ്മൾ 40 രൂപ വാങ്ങിക്കുന്നിടത്ത് 80 രൂപ വാങ്ങിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വലിയ പ്രശ്നം അമ്മ വണ്ടി കൊണ്ടാക്കും. ഇവിടെയുള്ള ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാർക്ക് ഇവിടെ ഓടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ തന്നെ ഇവിടെ മഞ്ഞ പെയിന്റ് അടിച്ച് സിറ്റി പെർമിറ്റ് കൊടുത്തു. എത്ര സിറ്റി പെർമിറ്റ് വണ്ടി ഇവിടെ ഓടുന്നു? കാട്ടാക്കട, പാറശാല, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല, 81 എല്ലാം ഇവിടെ കിടന്ന് ഓടുകയാണ്. ഇതിനെയൊക്കെ ഒരു നിയന്ത്രണം വരുത്തിയാൽ ഇവിടെ ഈ സിറ്റി പെർമിറ്റ് കൊടുത്തിട്ടുള്ള വണ്ടിയൊക്കെ ഓടാൻ പറ്റുള്ളൂ. സർക്കാർ ചെയ്യേണ്ട നിലപാട് സിറ്റി അഡ്രസ്സിൽ പേരുമാർക്കുള്ള വണ്ടി എടുത്തിട്ടുള്ള വണ്ടിക്കും സിറ്റി പെർമിറ്റ് വണ്ടിക്ക് മാത്രമേ ഓടാൻ അനുമതി കൊടുക്കാവൂ. അല്ല, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഞങ്ങൾക്കൊരു ഓട്ടം ഉള്ളൂർ കഴിഞ്ഞൊരു ഓട്ടം കിട്ടണില്ല. പരമാവധി പോയ കഴക്കൂട്ട ഓട്ടം പോയിട്ട് മാസങ്ങളോളമായി. അതിനപ്പുറം ഓട്ടം ഇല്ല. ഇവിടെ ആക്കും കാസർഗോഡും കൊല്ലമൊന്നും ഓട്ടം കിട്ടാറുമില്ല, പോവാറുമില്ല. ആ പെർമിറ്റ് കൊണ്ട് ദോഷമേ ഉള്ളൂ. അത് CITUവിന്റെ അഭിപ്രായമാണ്. അതായത് CITU ആണ് ഇതിനു വേണ്ടി ഇറങ്ങിയെന്നും പണ്ട് ഇന്നലെ മെനിഞ്ഞാന്നെല്ലാം ഈ ടിവിയിലെല്ലാം പറയുന്നത്. ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കണ്ണൂരിലുള്ള സഖാക്കന്മാര്, CITUവിന്റെ സഖാക്കന്മാര് കൊടുത്ത ഇതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത്. ഇത് കുറെ നാളായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ മേശപ്പുറത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ല, ഇന്നലെ മെനിഞ്ഞാന്ന് CITUക്കാർ കൊടുത്തതല്ല. ഇത് CITU, INTUC, BMS എന്നുള്ളതല്ല. ഞങ്ങൾ പാർട്ടി ഇല്ലാതെ ഞങ്ങൾ സ്വതന്ത്ര ഓട്ടോ ഡ്രൈവേഴ്സാണ്. എല്ലാവരും ഒരു സംയുക്തമായിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. പക്ഷെ ഇപ്പം പറഞ്ഞ അഭിപ്രായം CITUവിനാണ്. അവർ തന്നെ ഇതിനെ പിരിക്കുകയും ചെയ്യും, പിന്താങ്ങുകയും ചെയ്യും, ലാസ്റ്റ് കമത്തി അടിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് യാതൊരു ദോഷമില്ല. പിന്നെ ഇവിടെ ഈ സിറ്റി പെർമിറ്റിന്റെ കേസ് പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഓടാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ KL 74 KL 21 പറഞ്ഞാൽ അവരെല്ലാം ജീവിക്കാൻ തന്നെയാണ് ഈ ഓട്ടോറിക്ഷ എടുത്തത്. ഇവിടെ തന്നെ എത്ര ടാക്സി സ്റ്റാൻഡ് ഉണ്ടാകുന്നറിയാം. ഇപ്പൊ ഓൺലൈൻ ടാക്സി, യൂബറും മറ്റുള്ള മറിഞ്ഞം എല്ലാം കൂടെ വന്നപ്പം അതെല്ലാം തീർന്നു. ഞാനും യൂബർ ഓടുന്നവനാണ്. പക്ഷെ എന്തെന്നറിയാം, കാലത്തിനനുസരിച്ച് നമ്മളും കോലം കെട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവർക്കും ഓടാനുള്ള അവകാശമുണ്ട്. കൊല്ലത്തുള്ളവന് ഇവിടെ നിന്ന് ഓടിയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ജീവിക്കാനാണ് നടക്കുന്നത്. ഒരു വണ്ടി എടുത്തുകൊണ്ട് 4 ലക്ഷം കൊണ്ടിറക്കി വണ്ടി എടുത്തുകൊണ്ടെന്നേ ജീവിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഓടണം. കേരള സർക്കാർ ഈ നിയമം നടപ്പിലാക്കിയാൽ ഏറ്റവും നല്ല കാര്യമെന്നേ നമുക്ക് പറയാം.